ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഇട്ടിരുന്നു. യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ തുടങ്ങാമെന്നും അതിലെങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ ആഡ്സൻസുമായി ലിങ്ക് ചെയ്ത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒത്തിരി ആൾക്കാർ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇമെയിലായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതെല്ലാം വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നതിൻ്റെ പാർട്ട് 3 വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് യൂട്യൂബിനെ കുറിച്ച്, സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയുന്നത്? ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും പൈസ കൂടുതലൊന്നും കിട്ടില്ല. നമുക്ക് യൂട്യൂബ് പൈസ തരുന്നത് വന്നിട്ട് വ്യൂവേഴ്സിനാണ്. എത്ര വ്യൂ കിട്ടുന്നോ നമ്മുടെ വീഡിയോയ്ക്ക് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. ഓരോ വ്യൂവിനും അവർ പരസ്യമിടും, ആ പരസ്യത്തിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. 1000 വ്യൂ കണ്ടാൽ 1000 വ്യൂവിന് നമുക്ക് $1 ഇന്ത്യയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് $1 കൂടുതലും കിട്ടുക. ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ അതിന് താഴെയും കിട്ടാൻ സാധ്യത. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കാണുന്നത്, വിദേശ രാജ്യത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ $4, $5, 1000 വ്യൂസിന് കിട്ടാനും സാധ്യത കൂടുതലാണ്. ഓരോ രാജ്യത്തിനനുസരിച്ച് ക്യാഷ് കിട്ടുന്നതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്തിനാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞുള്ള ഈ സബ്സ്ക്രൈബേഴ്സും ഈ പൈസ കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. സബ്സ്ക്രൈബേഴ്സ് എന്തിനാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെയും യൂട്യൂബിലോട്ട് നോട്ടിഫിക്കേഷൻ പോകും. ഇപ്പോൾ അവർ മൊബൈലിൽ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ അവർ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ അവരുടെ ആ ഫസ്റ്റ് ആയിട്ട് അവർ സെർച്ച് ചെയ്യാതെ തന്നെ അവരുടെ ആ ഫസ്റ്റ് ഭാഗത്തായിട്ട് അവർക്ക് കാണാൻ സാധിക്കും. അവർക്കത് പ്ലേ ചെയ്യുകയും ചെയ്യും. അവർക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ അത് പ്ലേ ചെയ്യാനും കൂടുതൽ ചാൻസ് ആണ്. അവർക്ക് നോട്ടിഫിക്കേഷൻ പോയാലും അവർ പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യാതെ തന്നെ യൂട്യൂബ് തന്നെ നമുക്കത് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ഈ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ. അപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 500 പേരും ഈ വീഡിയോ പ്ലേ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട ഉടൻ തന്നെ ഈ 500 പേരും ഈ വീഡിയോ കാണാൻ സാധ്യത കൂടുതലാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുള്ള വേറൊരു ഗുണം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സേ ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ആരും തന്നെ കാണാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് എടുത്ത് നിങ്ങൾ ഇട്ട വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് യൂട്യൂബിനകത്ത് വരുന്നതല്ല. ചിലപ്പോൾ വരുന്നുണ്ടാവും 20ാമത്തെയും 50ാമത്തെയും വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും വരിക. ആ പേരിലുള്ള മറ്റു വീഡിയോകളായിരിക്കും അതിനകത്ത് യൂട്യൂബിനകത്ത് ഫസ്റ്റ് വരിക. നിങ്ങൾക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ കൂടുതൽ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും SB മീഡിയ എന്ന് നമുക്ക് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് SB മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അത് എവിടെ നിന്ന് സെർച്ച് ചെയ്താലും യൂട്യൂബ് ചാനൽ നമ്മുടെയാണ് വരും. എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാ SB മീഡിയ എന്നുള്ള ചാനലിനെയും വെച്ച് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സും വീഡിയോസും വ്യൂവേഴ്സും കൂടുതലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോസുകളായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റ് ആയിട്ട് ആ നെയിമുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വാച്ച് ചെയ്ത വീഡിയോകളായിരിക്കും വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ആരും തന്നെ കണ്ടിട്ടില്ല, അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനകത്ത് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട ഉടൻ തന്നെ ഒരു 500 പേരെങ്കിലും ആ വീഡിയോ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 500 പേര് കാണുമ്പോൾ തന്നെ യൂട്യൂബ് സെർച്ച് എഞ്ചിൻ അത് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയും. അപ്പോൾ എന്തിനാണ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നിങ്ങളുടെ യൂട്യൂബിനകത്ത് നോട്ടിഫിക്കേഷനകത്തോ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവുന്നതല്ല. നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ ചോദ്യങ്ങളോ എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം എബൌട്ട് എന്ന ഓപ്ഷനിൽ പോയി വെച്ചാൽ എൻ്റെ വാട്സാപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യരുത്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ 1-2 ദിവസം ഡിലേ ആയെന്ന് വരും. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഒരൊറ്റ അടിക്ക് മറുപടി തരാൻ പറ്റില്ല. ഓരോ ദിവസം തന്നെ 10, 50, 100ഓളം പുതിയ ആൾക്കാർ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി
ഒരൊറ്റ അടിക്ക് മറുപടി തരാനും പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ജോലി തിരക്കിനടിയിലൊക്കെയാണ് ഞാൻ ഇതിനുള്ള സമയങ്ങൾ ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിലേകൾ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് പോകും. അതിനകത്ത് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ഫോളോവേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും സി ഫസ്റ്റ് എന്നും കൊടുക്കുക. നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്തിനാണ് എന്നുള്ളത് മാത്രമാണ് നോക്കിയത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ യൂട്യൂബ് പാർട്ട് 4 ഇത് പാർട്ട് 3 ആണ്. നമുക്ക് പാർട്ട് 4 കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.